ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം വേപ്പില കൂടി ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 400 ഗ്രാംസ് വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഈ സമയം ഫ്ലെയിം നമ്മളൊരു മീഡിയത്തിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഈ സമയം ഒരു 1/4 കപ്പ് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അച്ചാർ നല്ല തിക്നെസ്സോടെയാണ് ഉള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റാം. വെളുത്തുള്ളി അച്ചാർ ഇപ്പോൾ റെഡിയായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്